കൊല്ലം സുധിയുടെ മകനായ കിച്ചു ഇപ്പോൾ രംഗത്ത് ഇറങ്ങി കുറെ അമ്മയുടെ അതായത് രേണുവിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈയിടെ വന്ന വീഡിയോ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആ കുട്ടി അനുഭവിച്ച എന്താ പറയുന്നത് ദുരനുഭവങ്ങളുടെ ഒരു ഫാണ്ടക്കെട്ട് തന്നെയാണ് ആ കുട്ടി ഈയിടെ വീഡിയോയിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ രേണു നമ്മളോടൊക്കെ പറഞ്ഞ എന്താണ് മകനെ വിവര തുല്യം സ്നേഹിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളും കൂടി ഉണ്ട് എന്ന് തുറന്നു പറയുകയായിരുന്നു മകനായ കിച്ചു. കിച്ചു പറഞ്ഞത് അമ്മയുമായിട്ട് വീഡിയോ കോള് വിളിക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ, വീഡിയോ കോളിൽ ഈ രേണു മകനായ കിച്ചുവിനെ വിളിക്കുകയും സംസാരിക്കുകയും സുധിയോട് സംസാരിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ മുതലാണ് കിച്ചു പറഞ്ഞത്. കിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, കോട്ടയത്ത് വീടെടുക്കുമ്പോൾ ആ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അവരെ എല്ലാവരെയും ആ കുടുംബത്തിലുള്ള രേണുവിന്റെ രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവ്, രേണുവിന്റെ അമ്മ, അച്ഛൻ, മക്കൾ തുടങ്ങിയ എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നത്, ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സുധിയാണെന്നാണ് കിച്ചു പറയുന്നത്. അത് നമുക്കറിയാം ഈ ബിഷപ്പ് വീട് കൊടുത്തപ്പോഴും ഇവരെല്ലാവരും തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി കിച്ചു പറയുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രേണു ഒരു വീഡിയോ കുറച്ച് കരച്ചിലൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നെഗറ്റീവ് ഇടുന്ന നമ്മളെപ്പോലുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ഭയങ്കര പുച്ഛമായിരുന്നു രേണുവിന്. ഭയങ്കര വെല്ലുവിളിയോടുകൂടി തന്നെ ഷൗട്ട് ചെയ്ത് തന്നെയായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചിരുന്നത്. പ്രേക്ഷകരോടാണെങ്കിലും വീഡിയോ ഇടുന്നവരോടാണെങ്കിലും യൂട്യൂബേഴ്സിനോടാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു രേണു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ നമ്മൾ യൂട്യൂബേഴ്സ് ഒരു കാര്യം പറഞ്ഞിരുന്നു, രേണു പുറകോട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം സത്യമാണെന്ന് തോന്നുന്ന ഒരു ദിവസം വരും, മക്കൾ തിരിയുന്ന ഒരു ദിവസം വരും, മക്കൾ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന ഒരു ദിവസം വരും. അത് ഒരുപാട് അകലെയല്ല എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ പറയുകയും നമുക്കൊക്കെ അറിയുകയും ചെയ്യുന്ന കാര്യമാണ്. ആ ഒരു നിമിഷമാണ് ഇപ്പോൾ രേണുവിന് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഇവിടെ ഒക്കെ തന്നെ, എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്, ഇതൊന്നും മാറി മറിയുന്ന കാലം അകലെയല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് രേണുവിനോട് ആർക്കും വൈരാഗ്യമില്ല, അല്ലെ? രേണുവിനോടും എന്തിനാണ് വൈരാഗ്യപ്പെടുന്നത്? യാഥാർത്ഥ്യങ്ങൾ പറയുന്നു. ഇത്തരം കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക, സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായ രീതിയിലുള്ള രേണുവിന്റെ പോക്കത്ര ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. അപ്പോഴൊക്കെ എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന രേണു